ഹലോ ഹരി, ഞാൻ ഗംഗയാ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കുന്നത്. ഹരി എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. ആരാ? ഗംഗയാ. എന്താ അത്യാവശ്യ കാര്യമെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. പ്രേമനൈരാശ്യം മുത്ത് അവള് കൂട്ടാത്മഹത്യ ചെയ്യാൻ വിളിക്കായിരിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്ക് കണ്ട് നിനക്ക് അങ്ങനൊന്നും തോന്നിയേക്കല്ലേട്ടാ. എന്നെ അറിയിക്കാണ്ട് നീ ആത്മഹത്യ ശ്രമിച്ച കൊന്നുകളി ഞാൻ. ഈ മൊബൈൽ ഫോണും ബൈക്കിന്റെ കീയും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ചലോ, ഒരു ധൈര്യത്തിന് ഈ ധാരാവി പിന്നെ ഒന്ന് വേഗം വാ. ഞാൻ മംഗലാപുരത്തേക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നെ ഇങ്ങോട്ട് പോണെന്ന്. നീ എന്തായി പറയണേ? തൽക്കാലം നമ്മൾ ഇവിടെ വിട്ടു പോകുന്നു. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലാതെ വേറെ മാർഗമില്ല. ഡാഡി എനിക്ക് വേറെ കല്യാണം ആലോചിക്കുക. വാ. എന്നാലും ഒളിച്ചോടുന്നൊക്കെ പറഞ്ഞ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു 3 മാസം ഇവിടുന്ന് മാറി നിന്നാ മതി. അപ്പോഴേക്കും ഡാഡിയുടെ മനസ്സ് മാറും. അതിൽ കൂടുതലൊന്നും എന്നോട് വാശി കാണിക്കാൻ ഡാഡിക്ക് പറ്റില്ല. നിനക്കറിയാലോ ഗംഗെ, ഞാനിവിടെ കടത്തിന് മേൽ കടമായിട്ട് നിൽക്കുക. ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാ കടം തീർക്കാൻ പറ്റുമോ? ആരെ കൊന്നിട്ടായാലും കടം തീർത്തല്ലേ പറ്റൂ. നീ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഹരി എൻ്റെ ഒപ്പം വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്കില്ല. ഹരിക്ക് വേണമെങ്കിൽ ഈ ബന്ധം എവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ പിന്നീട് ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല. அந்த திருட்டு ராஸ்கலை கண்டுபிடிச்சு அவன் உடம்பு பீஸ் பீஸ் ஆக்கணும். டேய் சீக்கிரம் வாங்கடா. എനിക്കറിയാം ഹരിക്ക് വരാതിരിക്കാൻ കഴിയില്ലാന്ന്. എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലല്ലോ. ഒരു 3 മാസം എന്നെ സംരക്ഷിക്കാൻ കഴിയില്ലേ? നീയൊക്കെ വലിയ കോസ്റ്റ്ലി അല്ലേ മോളെ. എനിക്കാണെങ്കിൽ കൂലിപ്പണിയും വശമില്ല. കയ്യിൽ കാശില്ലാത്തോണ്ടാ? സ്നേഹം കൊണ്ട് മാത്രം കഴിയാൻ പറ്റൂല്ലോ. പൊളിഞ്ഞ് കുത്തുപാള എടുത്ത ഒരാളുടെ കൂടെ ഇറങ്ങി വരുന്നതെന്ന് എനിക്കറിയാം. ഇതെവിടുന്നാ? ഡാഡിയുടെ ലോക്കർ തുറന്ന് കൈ കിട്ടിയത് മുഴുവൻ എടുത്തു. ഉറങ്ങിയില്ലേ? ഇല്ല, ഹരി ഇതുവരെ കണ്ടില്ല. അയ്യോ എന്നെ തല്ലേ, ഞാൻ ഇന്നപ്പുറം കാട്ടുന്നില്ല സാറേ. എന്താ ആലോചിക്കുന്നേ? ഏയ്, എന്നെ കാണാണ്ട് കാരണാട്ടം വിഷമിക്കുണ്ടാവും. ഞാൻ വല്ല കടുങ്കൈ ചെയ്ത് കാണുമെന്ന് കരുതിയിട്ടുണ്ടാവും. പാവം. അടുത്ത ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി ഒന്ന് വിളിച്ചാ പോരെ? ಮಂಗಲಾಪುರಂ ವರೆಗೂ ಹೋಗುವ ಮಂಗಳೂರು ಎಕ್ಸ್‌ಪ್ರೆಸ್ 1ನೇ ಪ್ಲಾಟ್‌ಫಾರಂನಲ್ಲಿ ಬರುತ್ತಿದೆ. തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് will leave from platform number 1 shortly. ഇത് അവന്റെ ഫോണാ. ഇവിടെ എവിടെയോ ഉണ്ട്. ആൻഡ്രോയിഡിന്റെ പോക്കറ്റില്ല. ഉണത്തണ്ട, ബാക്കിയുള്ള കൂടി കേൾക്കേണ്ടി വരും. ഞാൻ എടുക്കട്ടെ. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? എടോ മണിയാ. അയ്യേ, ഒറ്റ കൊട്ടുന്നല്ല പോത്തെ. ഇത് കണ്ട, ഇതാ പറഞ്ഞത്. ഓണാക്കിയിട്ടുണ്ട്. ഹലോ ഏട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാം. കടക്കാരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം. എന്തെങ്കിലും വഴി ഉണ്ടിട്ട് ഞാൻ വരും. ഏട്ടാ, ഞാൻ വിളിക്കാം. പെട്ടി
ഉണ്ടായിരുന്ന ആളെയാണ് അന്വേഷിക്കുന്നത്. അയാൾ കഴിഞ്ഞ സ്റ്റേഷനിൽ പെട്ടിയെടുത്ത് ഇറങ്ങി പോയല്ലോ. അയാൾ തന്നെ ആരാ? അല്ല, കുട്ടി എങ്ങോട്ട് പോണത്? അതെ, കുട്ടി വിഷമിക്കണ്ട, എൻ്റെ കൂടെ പോന്നുള്ളൂ. ഐ വിൽ ഹെൽപ്പ് യു. ഏയ്, എവിടെ പോന്നു? ഡാഡി. ഡാഡി. മോളെ, നിനക്ക് അവനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാ ഡാഡി വന്നത്. അവനെവിടെ? ഹരികൃഷ്ണൻ? എനിക്കറിയില്ല. മോള് വാ. സർ, എന്തൊക്കെ? കുറച്ച് പണം നഷ്ടപ്പെട്ടെങ്കിലും അവനൊരു കള്ളനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ സ്ഥാനത്ത് ഈ സിറ്റുവേഷനിൽ മറ്റൊരാളായിരുന്നെങ്കിൽ നിന്നെ കൊന്നുകളഞ്ഞേനെ. മനസ്സിലായിക്കോ? വാ മോള് എഴുന്നേക്ക്, വാ. എന്നിട്ട് മോള് ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷാക. പിന്നെ നിന്റെ കൂട്ടുകാരി പൂർണിമ 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. അവളെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ? മോൾ അവിടെ ഉണ്ടാവണ്ടേ? ചെല്ല്, പോയി ഫാസ്റ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പഴയ ഗംഗയായിട്ട് വാ. ചെല്ലു മോളെ. ആ, എന്താ സാറിനൊന്ന് ഇപ്പൊ കാണാൻ പറ്റില്ല? ഒരു അത്യാവശ്യ കാര്യം ഇപ്പൊ പറയാനാ. കാണാൻ പറ്റില്ല. പ്ലീസ് ചേട്ടാ, ഒന്ന് കൈവിട്. ഇവരെ കടത്തി വിടണോ? വേണ്ട വേണ്ട. അവനെയും കടത്തി വിട്ടാരെ. സാർ, ഗംഗ എവിടെ സാർ? ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലോ? ഹിമവൽ സാനുക്കളിൽ നിന്നും ഉത്ഭവിച്ച് പഞ്ചാബ്, ഹിമാചൽ, ഉത്തരാഞ്ചൽ, അരുണാചൽ എന്നീ പ്രദേശങ്ങളുടെ ഒഴുകി ഒഴുകി അഴുകി ഒടുവിൽ ഈ പഞ്ചായത്തിൽ വന്ന് പതിക്കും. എന്താ സാർ, തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരണം. ഗംഗ അവള് സുരക്ഷിതയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം, കാര്യങ്ങൾ തുറന്നു പറയണം. പെട്ടി മോഷ്ടിച്ച കഥ പറയാനായിരിക്കും. സാർ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവണം. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. കുറച്ചു മുമ്പ് വരെ എന്റെ മനസ്സിൽ നീ ഒരു ചതിയനായിരുന്നു, കള്ളനായിരുന്നു. ഇവൻ പറഞ്ഞതൊക്കെ നുണയാണ് സാർ, കല്ല് വെച്ച നുണ. സ്റ്റോപ്പ് ഇറ്റ്. ഇവനെ പോലെ സത്യസന്ധനായ ഒരാളെ കുറിച്ചാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗംഗ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാണ്. നീ അങ്ങോട്ട് ചെന്ന് അവളോടും നടന്ന കാര്യങ്ങൾ തുറന്നു പറ. അവളും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. എന്തുകൊണ്ടും എന്റെ മകക്ക് ചേർന്നവൻ നീ തന്നെയാണ്. നിൽക്ക്. രാഘവേന്ദ്ര സേട്ടുവിന്റെ മരുമകനാകാൻ പോകുന്ന നീ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്? പരമാനന്ദം, എടോ പരമാനന്ദം, ഇവൻ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ വാങ്ങിച്ചുകൂട്. പോകുന്നത് നമ്മുടെ പുതിയ കാറിൽ തന്നെ ആയിക്കോട്ടെ. കോളടിച്ചല്ലോ.